വരുന്നോടത്ത് വെച്ച് കാണാന്ന് വിചാരിക്കുന്ന ആൾക്കാരില്ലേ? ഒരാടായി പറയണേ, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അയ്യുത്തറക സുദാ, അവനെ അങ്ങോട്ട് വെറുതെ വിടുമെന്ന്. അലം യകുനു തുഫതം മിൻ മനിയ്യുംനാ, മാതാവിന്റെ ഗർഭഗ്രഹത്തിൽ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയ ബിന്ദുവായി മാതാവിന്റെ അണ്ടവുമായി കൂടിച്ചേർന്ന് അണ്ടവാഹിനിക്കുഴലിലെ ആ യാത്രക്കിടയിൽ ഇങ്ങനെ ആടിക്കളിച്ചത് ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളെ അതിജീവിച്ച് അങ്ങനെ കണ്ണും കാതും കൈയും സർവവും നൽകി മനുഷ്യനെ പടച്ച റബ്ബുണ്ട്. ആ റബ്ബിന് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധിക്കില്ലേ? അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ അവന് സാധിക്കുകയില്ലേ? ഇതാ ഖുർആന്റെ ചോദ്യം. മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ അതിശക്തമായ 590 കിലോമീറ്റർ വേണമെങ്കിൽ ഇങ്ങനെ ദേശീയപാതയിൽ നിവർത്തിയിടാൻ പറ്റുന്ന രക്തക്കുഴലുകളെ കൊടുത്ത റബ്ബ്, ഓരോ മനുഷ്യനും കൊടുത്ത റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് പറ്റില്ലേ? അലാ യുഹ്യിൽ മൗത, മനുഷ്യനെ അവന്റെ കുഴിമാടങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന് അവനെ ചുട്ടുചാമ്പലാക്കി വിതറപ്പെട്ട പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ലേ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അതിശക്തമായ ചോദ്യം അല്ലെ? മനുഷ്യന് കിഡ്നി ഉണ്ട്, 150 ലിറ്റർ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന കിഡ്നി. ആ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മഹത്വം പ്രാധാന്യം അറിയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കുഴപ്പം വരണം അല്ലെ? അതിനെന്തെങ്കിലും ഒരു കുഴപ്പം വരണം. ഡയാലിസിസ് പേഷ്യന്റ് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല, ഭാര്യയെ കുറ്റം പറയാണ്. നിങ്ങൾ എനിക്ക് തുള്ളി വെള്ളം തരാൻ പറയാം അവളോട്. ഞാൻ അവളെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്, ഓർമ്മിപ്പിക്കാണ്. ഒരു കിഡ്നി പേഷ്യന്റിനെ കാണാൻ ചെന്നപ്പോഴേ വാതിൽ കുറ്റിടാൻ പറഞ്ഞു, എന്നിട്ട് ഓർമ്മിപ്പിക്കാണ്. എന്താ ഓർമ്മിപ്പിക്കണത്? മൗലവി, ഞാൻ അവളെ എങ്ങനെ നോക്കിയത് നിങ്ങൾക്കറിയോ? എന്നിട്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് എനിക്ക് തരുന്നില്ല അവള്. ആ സ്ത്രീ എന്ത് ചെയ്യും? കൊടുക്കാൻ പറ്റുമോ? വാതിലിന്റെ അപ്പുറത്ത് എല്ലാം കേട്ട് കരഞ്ഞു നിൽക്കുന്ന അവര് എൻ്റെ അടുത്ത് ചോദിച്ചു, മൗലവി ഞാൻ എന്താ വേണ്ടു? എന്നും കേൾക്കണത്. ആ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞതിലേറെ കൊടുക്കാൻ പറ്റുമോ? അല്ലെ? ഒരു സ്വിച്ച് ഓൺ ആക്കാതെ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് അവൻ അക്ബറാണ്. പള്ളി മിനാരങ്ങളിലേക്ക് അല്ലാഹു അക്ബറിന്റെ അർത്ഥം അതാണ്. എന്റെ കിഡ്നിയെ എനിക്കൊരു ബാധ്യതയില്ലാതെ നിയന്ത്രിക്കണ എന്റെ റബ്ബ് അല്ലെ? എന്റെ മൂത്രസഞ്ചി, എന്റെ കാഷ്ടം പോണ സംവിധാനം, വൻകുടലിന് ക്യാൻസർ വന്ന് അത് റിമൂവ് ചെയ്താൽ ഒരു ബാഗ് വരും ഇവിടെ. അപ്പോഴാണ് അതിന്റെ മഹത്വം അറിയാ. ടോയ്ലറ്റിൽ പോകുമ്പോ എല്ലാ ദിക്റും ചെല്ലാൻ തോന്നുന്ന അപ്പോഴാണ്. ആ റബ്ബിന് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധിക്കില്ലേ? അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അതുകൊണ്ട് സഹോദരന്മാരെ, വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളതല്ല. നമ്മുടെ സൗദി അറേബ്യയിൽ അൽഹസ പ്രദേശത്തുണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കും മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഒരു വിസിറ്റിന്റെ സന്ദർഭത്തിൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ റോട്ടിൽ നിന്ന് ആളുകളെ ഇങ്ങനെ വിളിക്കുകയാണ്. നമ്മളെ അബ്ദുസ്സലാം മൗലവി റഹിമഹുല്ല, അദ്ദേഹവും മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഷെയ്ഖിന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ വന്ന ദിവസമാണ്, ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറൊരു നാട്ടിലെ ഒരു മനുഷ്യൻ വേറൊരു നാട്ടിൽ വന്ന് റോട്ടിലിറങ്ങി ക്ഷണിക്കുകയാണല്ലോ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞാൽ തരാം, മൗലവി ഞാനിവിടെ നിന്ന് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ നരച്ചു, ഞാനൊക്കെ ചെറുപ്പക്കാരനാണ്, കുറച്ചു കാലം ഒന്ന് അടിച്ച് പൊളിക്കട്ടെ, എന്നിട്ട് വന്നോളാം, ഇനി മേലാലെന്നെ വിളിക്കരുത്. അരമണിക്കൂർ കഴിഞ്ഞ് സൗദി ഷുർത്തന്റെ കോള് വന്നു, നിന്റെ നാട്ടുകാരനൊരാൾ ഇവിടെ ആക്സിഡന്റ് ആയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ സീറ്റിന്റെയും സ്റ്റിയറിംഗിന്റെ ഇടയിൽ അവനിങ്ങനെ പാതി കത്തിക്കരിഞ്ഞിരിക്കുന്നുണ്ട്. അവന്റെ ബോഡി ഞാനാണ് എടുത്തത്. ആ ബോഡി എടുക്കുമ്പോൾ എൻ്റെ കാതിലുണ്ടായിരുന്നു, ഞാനൊന്ന് ജീവിക്കട്ടെ കാക്ക, നിങ്ങൾ എന്നെ വിളിക്കരുതേ എന്ന വാചകം. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ജീവിതം കൊണ്ട് അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും. രാവിലെ ഉണരുന്നു, ജോലിക്കോടുന്നു, അതിനിടയിൽ സ്വകാര്യതയിൽ നമ്മൾ വേറൊരാളാണ് അല്ലെ? ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യണത്? ദുന്യാവിന് വേണ്ടിയാണ് ചെയ്യണത് അല്ലെ? നമ്മുടെ പാടവും പറമ്പും എസ്റ്റേറ്റും പാറക്കോറിയും റിവർ വ്യൂ സൈറ്റുകളൊക്കെ ഉണ്ടാക്കി കൂട്ടുകയാണ്. എന്താ അന്ത്യദിനത്തിൽ അതിന് സംഭവിക്കുക? എന്താ അതങ്ങട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണങ്ങിയ കരിയിലകളെ പോലെ ആക്കി കളയുന്നതാണ്. ഞാൻ ആമുഖം പറഞ്ഞ നിങ്ങൾ മനസ്സിൽ വേണം. ആ സംഭവിക്കുന്ന നിമിഷത്തിൽ സൂര്യൻ കെട്ടി നക്ഷത്രങ്ങൾ ഉതിർന്നു വീണ് ഭൂമി തകർന്നു തരിപ്പണമാകുന്ന നിമിഷത്തിൽ അതിനൊക്കെ അതാ പറ്റുക. ആ പാറക്കോറി വാങ്ങാനാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, അതിൽ ഷെയർ കൂടാനാണ് നമ്മൾ കമ്പനിയിലെ മുതലാളിനെ പറ്റിച്ച് പൈസ പിടുങ്ങിയത്. അള്ളാഹു നമ്മൾ അത്തരം തിന്മകൾ ചെയ്യുന്നവര് ആക്കി ഒരു നിമിഷം പോലും ജീവിപ്പിക്കാതിരിക്കുമാറാകട്ടെ. നോക്ക്, നിങ്ങൾ ഖുർആന്റെ പ്രയോഗമാണ്. ഭൂമിയിലെ ഒരു ദിവസത്തെ പോലും തോന്നൂല എന്നാണ്. അവന് ക്ലബിലും പബ്ബിലും ആയിരുന്നു.
അവന് ട്രെൻഡിന്റെയും ബ്രാൻഡുകളുടെയും കൂടെയായിരുന്നു. DJ നൈറ്റുകളും അതുപോലെ തന്നെ വൈബ് ടൂറുകളും ഒക്കെ ആയിരുന്നു അവന്റെ ജീവിതത്തിന്റെ വഴി. എങ്കിൽ ആഘോഷത്തിന്റെ ആർമാദത്തിന്റെ DJ നൈറ്റുകളൊക്കെ കഴിഞ്ഞ് ക്ലബും പബ്ബും ഒക്കെ കഴിഞ്ഞ് ജീവിതം അവസാനിച്ച് അവൻ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുന്നറിയോ? അന്ത്യദിനത്തിൽ അവൻ ഉണ്ടാക്കി വെച്ചതിന്റെ അവസ്ഥ എന്തായിരിക്കുന്നറിയോ? കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. 80 കൊല്ലം 100 കൊല്ലം ജീവിച്ച വ്യക്തിക്ക് ഒരു പകലേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഞാനൊരു വഴിയാത്രക്കാരനെ പോലെയാണ്, മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന വഴിയാത്രക്കാരൻ. അയാൾ അവിടെ കൂടാനല്ലേ ശ്രമിക്കുക, വീട് തേടാനാണ് ശ്രമിക്കുക എന്ന് പറഞ്ഞല്ലോ. മാത്രല്ല, കടലിൽ നിങ്ങൾ നിങ്ങളുടെ വിരൽ മുക്കിയാൽ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതാണ് നിങ്ങളുടെ സ്വർണം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വാടക കെട്ടിടം, നിങ്ങളുടെ ബാങ്ക് ലോക്കറിലെ സാധനങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ഐഫോൺ, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ സർവം ആ വെള്ളത്തുള്ളിയുടെ കൂടെ വന്ന ഒരു തുള്ളി വെള്ളമാണ്. ബാക്കി മുഴുവൻ പരലോകത്തേക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെയും മനസ്സിലാകാത്ത മനുഷ്യർക്ക് അതിലേറെ മനോഹരമായ ഉത്തരം, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു. പാല് കുടിച്ചു, നിങ്ങൾ മാംസം കഴിച്ചു, എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു. നബിയെ, അത് ദഹിച്ച് പുറത്തേക്ക് പോകും. എങ്കിൽ ഇന്നല്ലാഹ തആല ലറബ മാ ഖറജ മിൻ ഇബ്നി ആദമ മസലൻ ലിദ്ദുനിയ, മനുഷ്യന്റെ വയറ്റിൽ നിന്ന് പോകുന്നതിന് തുല്യാണ്. എത്ര നല്ല ഫുഡാണെങ്കിലും, എന്ത് കളറുണ്ടെങ്കിലും, എന്ത് മണമുണ്ടെങ്കിലും അത് പുറത്തു പോകുമ്പോൾ അതിനൊറ്റ മണമേ ഉള്ളൂ, അതിനൊറ്റ അവസ്ഥയേ ഉള്ളൂ. ഇതുപോലെയാണെന്നാണ് ഇതിന്റെ അർത്ഥം. എന്താ ഇതിന്റെ അർത്ഥം? ദുനിയാവ് ഒട്ടും വേണ്ടാതെ ഒരു സൂഫിയായി നമ്മൾ ജീവിക്കണം എന്നാണോ? ഇസ്ലാം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. കാരണം തന്റെ 6-ാം വയസ്സിൽ ജനിക്കും മുമ്പ് സ്വന്തം പിതാവിനെയും തന്റെ 6-ാം വയസ്സിൽ പ്രിയപ്പെട്ട ഉമ്മയെയും നഷ്ടപ്പെട്ട് ഖുറൈശികളുടെ അന്നത്തിനു വേണ്ടി ഖുറൈശികളുടെ ആട് നോക്കി ജീവിച്ച മഹാപ്രവാചകൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവാചകത്വം കിട്ടിയപ്പോൾ അദ്ദേഹം സൈനികന്റെ വേഷം ധരിച്ചിട്ടുണ്ട്, മധ്യസ്ഥന്റെ വേഷം ധരിച്ചിട്ടുണ്ട്, കുടുംബനാഥന്റെ വേഷം ധരിച്ചിട്ടുണ്ട്, ആശ്വാസകന്റെ വേഷം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂട്ടുകുടുംബത്തിലേക്ക് പോയിട്ടുണ്ട്, സ്വന്തം ഭാര്യയുടെ കൂടെ റൊമാൻറ്റിക് ലൈഫ് ആസ്വദിച്ചിട്ടുണ്ട്. ഒരിക്കലും പ്രാർത്ഥനയിൽ ഭജനമിരുന്ന് അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നില്ല, പച്ചയായ മനുഷ്യ ജീവിതത്തിലേക്ക് എത്തിയിരുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഒരു ബോധ്യം എന്താണെന്നറിയോ? ദുന്യാവിന്റെയും പരലോകത്തിന്റെയും ഇടയിൽ ഒരു വര വരക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ വര വരക്കാത്തവരെ കുറിച്ച് ഖുർആൻ പറയാ, ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുന്യാ, അവര് ദുന്യാവിന് അമിത പ്രാധാന്യം നൽകുകയാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് എന്നെന്നും ബാക്കിയാകുന്നത്. അറബ് സുഹൃത്തുക്കളൊക്കെ, ഇവിടുത്തെ പയ്യന്മാരൊക്കെ ഈ DJക്ക് വേണ്ടി വാങ്ങണേ ബോക്സ്, അത് കൊണ്ടുപോകുന്നത് മുതലാളി കാണുകയാണ്, കടയിൽ നിന്ന് കൊണ്ടുപോകുന്നത്, ഇലക്ട്രോണിക്സിന്റെ സാധനങ്ങൾ വിൽക്കണ കടയിൽ നിന്ന് കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് തൗഹീദ് കിട്ടി, അദ്ദേഹത്തിന് നന്മകളൊക്കെ മനസ്സിലായപ്പോൾ മൂപ്പര് പറഞ്ഞു, നമ്മളിനി ഇത് വെക്കണില്ല. അപ്പൊ കടയിലുണ്ടായിരുന്ന കുട്ടികൾ നിങ്ങൾക്ക് പിരാന്താണ്, ഓരതെന്തിനാ കൊണ്ടുപോകണം നിങ്ങൾ നോക്കണോ? അയാൾ പറഞ്ഞു, എനിക്കോ മനസ്സ് കുത്തുണ്ട്, എനിക്ക് അത് കൊണ്ടുപോയിട്ട് ചെക്കന്മാര് ഭയങ്കര DJ മ്യൂസിക്കും പരിപാടിയൊക്കെയാണ്, വേണ്ടാൻ തീരുമാനിച്ചു. യാത്രയിൽ മുമ്പ് എനിക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ അൽഹസ പ്രവിശ്യയിലെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ആ കമ്പനിയുടെ മെറ്റീരിയൽ വിറ്റാൾ ഞാനാണ്. പോരാത്തതിന് കമ്പനി എനിക്ക് റെമ്യൂണറേഷനും തന്നു. ആ DJ സെറ്റുകൾ മൊത്തം വിറ്റാലും കിട്ടാത്തത്ര വലിയ പൈസ എനിക്ക് കിട്ടി. മനസ്സിലല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തോടെ ബോധ്യത്തോടെ ചെയ്തത് സംഭവിക്കുക. MLM-നെതിരിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിനെതിരിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വളരെ പബ്ലിക്കായിട്ടൊരു അറ്റാക്ക് നടത്തി. അതിന്റെ കാരണം എന്താ? എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഉള്ളിലൊക്കെ ഏകദേശമൊക്കെ ഇത്ര ആളുകളുള്ളതുകൊണ്ട് ആർക്കും മിണ്ടാൻ പറ്റാത്ത നിൽക്കായിരുന്നു. അപ്പോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു, 10-20 ലക്ഷം റുപ്യ എല്ലാ മാസവും കിട്ടണം. അദ്ദേഹം വന്ന് പണ്ഡിതന്മാരോട് ചോദിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടപ്പോ കുന്ന് കയറിയത് 20 ലക്ഷം എല്ലാ മാസവും വാങ്ങണ ആളായിട്ട് കുന്നിറങ്ങിയത് വേണ്ടാൻ തീരുമാനിച്ചിട്ട്. അതാണ് വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറമാണ് എന്നെന്നും ബാക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലായി, 3 മാസം അമ്മ ജീവിക്കുള്ളൂ. അവധി ചോദിച്ചപ്പോൾ കൊടുത്തില്ല, വലിയ ശമ്പളമുള്ള ജോലി റിസൈനിങ് ലെറ്റർ കൊടുത്തിട്ട് ഉമ്മാനെ സേവിക്കാൻ നിന്നു. അല്ലേ? അത് ഉള്ളിലെ ബോധ്യമാണ്, ഉള്ളിലെ അതിശക്തമായ ബോധ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ എത്ര കാലം ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൂടെ എത്ര കാലം ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയണേ, ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ 1 മിനിറ്റിൽ 5-6 ഒക്കെ കട്ടകൾ, 1 മിനിറ്റിൽ 5-6 ഒക്കെ കട്ടകൾ, ഈ സിമന്റ് കട്ട ഉണ്ടാക്കണേ മെഷീന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ കൈ കുടുങ്ങി, ചതഞ്ഞരഞ്ഞു, മുറിഞ്ഞു തൂങ്ങിയ ആ കൈയും കൊണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്നു. കുടുംബത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. എന്താ? ആ കൈ ഇനി ഇല്ല, നമുക്കത് മുറിക്കാം, ഒരു പ്രശ്നം ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ വാവിട്ട് കരയായിരുന്നു. അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വെളിച്ചത്തിലേക്ക് എത്തിയ ആളാണ്. അപ്പോ
ആ ഫ്രണ്ട്സ് പറഞ്ഞു, ഞങ്ങൾ അവനെ അമേരിക്കയിൽ വേണേൽ കൊണ്ടുപോകും, അമേരിക്കയിൽ വേണേൽ കൊണ്ടുപോകും. പക്ഷെ ഡോക്ടർ പറഞ്ഞൊരു പരിഹാരമല്ല, നിങ്ങൾ അമേരിക്കയിലല്ല എവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷേ ഒടിഞ്ഞു തൂങ്ങിയ കൈൻ്റെ ആൾ പറഞ്ഞു, എടാ ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ മുമ്പ് പടച്ചോൻ എഴുതിച്ചതേ സംഭവിച്ചിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ, പരലോകം എന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യപ്പെട്ടുള്ള ഗുണമാണ്. അപ്പൊ ഈ ഇപ്പോഴുള്ള കൈ എന്നും ഉണ്ടാകുന്നൊരു ഉറപ്പില്ല, ഇപ്പോഴുള്ള കാലം എന്നും ഉണ്ടാകുന്നൊരു ഉറപ്പില്ല. കോമാ സ്റ്റേജിൽ എൻ്റെ സുഹൃത്ത് അൻവർ കിടന്നത് 3 കൊല്ലാണ്. 3 കൊല്ലം അബോധമായി കിടക്കുന്ന ഭർത്താവിൻ്റെ വയറ്റിലേക്ക് ട്യൂബ് ഫീഡിങ് കൊടുത്ത് ഓരോ രാത്രിയും അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നുറങ്ങിയ ആ സഹോദരി മരിച്ചിട്ടുണ്ടോ എന്ന് ഓരോ രാത്രിയിലും മൂക്കത്ത് വിരൽ വെച്ച് ഉറപ്പുവരുത്തുന്ന ആ സഹോദരി, നാടും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂട്ടിലുണ്ടായിരുന്നിടത്ത് നിന്ന് ഒറ്റപ്പെട്ട ഏകാന്തതയിലേക്ക് പോയ ആ സഹോദരി അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഒരു ദിവസം ശ്വാസം നിലച്ചപ്പോൾ കൊണ്ടേ മറവ് ചെയ്തു. നാളെ കോമാ സ്റ്റേജിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഞാനോ നിങ്ങളോ ആയിരിക്കും, അല്ലേ? ഒന്നും ചെയ്യാൻ കഴിയാതെ ദൂരത്തേക്ക് നോക്കി ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന നിലാവെളിച്ചങ്ങളിൽ കിനാവ് കണ്ടിരിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് എല്ലാം നഷ്ടപ്പെടുമ്പോഴല്ല, ആരോഗ്യവും ആയുസ്സും ഉണ്ടാകുമ്പോൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ കഴിയണം. ഒരു നഖത്തിന്റെ അറ്റത്തെ ഒരു നഖം വെട്ടുമ്പോൾ കയറി വെട്ടിയുള്ള അവസ്ഥ എന്താ? അത്ര ദുർബലരാണ് നമ്മൾ. അതുകൊണ്ട് സമ്പത്താണെങ്കിൽ ഇന്ന് നമ്മൾ സമ്പന്നരാണ്. നാളെ രാവിലെ ഓഫീസിൽ പോയി നോക്കുമ്പോൾ മെയിൽ വന്ന് കിടക്കുകയാണ്, നിങ്ങൾ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, റീസൺ ഒന്നും ചോദിക്കണ്ട, ഒന്നും പറയല്ലേ, നമുക്ക് ഒന്നും പറയല്ല. അവിടെ കയ്യിലുണ്ടാകുമ്പോൾ കൊടുക്കണം. എനിക്കറിയുന്നൊരു മനുഷ്യൻ കേരളത്തിലെ മിക്കവാറും എല്ലാ പള്ളികളിലും അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ഉണ്ടാകും. ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കമന്റാ. മക്കളെയും ഭാര്യന്റെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിചിരികൾക്കിടയിൽ വീണ് മരിച്ചു അയാൾ. ഒരുപാട് കാര്യങ്ങൾ ഭാര്യനോടും കുടുംബത്തോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കടക്കാരൊക്കെ പൈസ വാങ്ങിക്കൊണ്ടപ്പോൾ കുടുംബം അനാഥമായി. അദ്ദേഹത്തിൻ്റെ 6 വയസ്സുള്ള മോൾ എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ ഉപ്പപ്പാൻ്റെ കയ്യിൽ പൈസ അല്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് ഖുറാൻ പഠിക്കണ ഏതെങ്കിലും സ്ഥലമുണ്ടോ? എനിക്ക് പഠിക്കാനാണ്. ഏത്? ഒരു വലിയ സമ്പന്നൻ്റെ മകളെ ഒരു 500 റുപ്യ 1000 റുപ്യ കൊടുത്ത് ഖുറാൻ പഠിപ്പിക്കാൻ കഴിയാത്ത ദാരിദ്ര്യത്തിലേക്ക് ഒരു കുടുംബം പോവുക. ആ വിധവ അവര് ധീരമായി നിന്ന് ഒക്കെ തിരിച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. അല്ലാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആ മോള് ഹാഫിളത്തുമായി ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഓർക്കണം. മരണം ഭയങ്കര അപ്രതീക്ഷിതമാണ്. നിങ്ങൾക്കൊരു സ്ക്രീനിലൊരു വീഡിയോ കാണിക്കാൻ കഴിയുന്നതും വിചാരിക്കണേ. എന്താ? ഫുട്ബോൾ ഗ്രൗണ്ടിൽ മനോഹരമായി കളിച്ചോണ്ടിരിക്കുകയാണ്. മിക്ലോഷ് ഫെഹർ കളിച്ചോണ്ടിരിക്കുമ്പോൾ മഞ്ഞക്കാട് കിട്ടിയ അദ്ദേഹം അടുത്ത നിമിഷം മരിച്ചു വീഴാണ്. കൂട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കളിക്കൂട്ടുകാരൻ്റെ ആത്മാവ് ആകാശത്തേക്ക് ഉയരുമ്പോ മെഡിക്കൽ സംവിധാനങ്ങൾ മുഴുവൻ ചേർന്ന് നിന്നിട്ടും അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊക്കെ ഇത്തരം ഒരു നിമിഷം വരാനുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ സംശയമല്ല. എന്താ? ഓടിക്കുന്ന വണ്ടിയിൽ അയാൾ തന്നെ കുടിച്ച് ഉപേക്ഷിച്ചിരുന്ന പെപ്സിയുടെ കുപ്പി ബ്രേക്കിന്റെ താഴെ വന്ന് നിന്നപ്പോ ആ കുപ്പി ഉള്ളതുകൊണ്ട് ബ്രേക്ക് അമരാത്തത് കൊണ്ട്, ചവിട്ടാൻ കഴിയാത്തതുകൊണ്ട് നേരെ കിടങ്ങിൽ പോയി വീഴാണ്. ഏതെങ്കിലും ഒരു ബ്ലഡ് കണ്ടന്റിൽ ഒരു പ്രശ്നമല്ല. മരണം അതിന്റെ പ്ലാനിങ് നിർവഹിക്കുക അത്ര മനോഹരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ 86,400 സെക്കൻഡ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം അയാളുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. 86,400 സെക്കൻഡ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുണ്ട്. ആ സെക്കൻഡുകൾ 86,400 രൂപയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അല്ലെ? അന്നമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരു വ്യക്തിയുടെ ആയുസ് അങ്ങനെ നീണ്ടുപോകുന്നു, അവന്റെ കർമ്മങ്ങൾ ശരിയാകുന്നു, അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അമിതമായ ജോലിക്ക് മേലെ ജോലി ഏറ്റെടുക്കുകയാണ്. എന്നിട്ടോ ജീവിക്കാൻ മറക്കുകയാണ്. 10,000 70,000 സാലറി വാങ്ങണം. ശരിക്കും കേട്ടോളൂ ഞാൻ പറയണേ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാള് 56-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആകുമ്പോൾ 4-1 അയാളുടെ ശമ്പളം പോകും. ഒരു 25,000 റുപ്യയിലേക്ക് ചുരുങ്ങും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതം ഇന്നു മുതൽ അയാൾ പറിച്ച് നടണം. നമുക്കെന്താ പറ്റാത്ത? വാപ്പുണ്ട്, ഉമ്മണ്ട്, അവർക്ക് പരിരക്ഷ ആവശ്യമുണ്ട്. നമ്മളൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് നിങ്ങൾ നെറ്റിയിൽ ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് മച്ചേ പനിക്ക് കുറവുണ്ടോ എന്ന ചോദ്യമാണ്. അവരിങ്ങനെ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ കമ്മിഞ്ഞ തന്ന ആ ഉമ്മയെ നിങ്ങളുടെ മാറിലേക്ക് ചേർത്ത് കിടത്താൻ വേണ്ടേ, അല്ലേ? അതാ വേണ്ടത്. പറ്റാത്ത എന്താ? തീരുമാനം എടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറ്റാത്തത്? നമ്മൾക്ക് ദുന്യാവിന്റെയും പരലോകത്തിന്റെയും ഇടയിൽ കൃത്യമായ വരക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല, അല്ലേ? തിരക്കുകളേറെയുണ്ട്.
ആ തിരക്കുകൾ ഏറെയുള്ളിടത്ത് നിന്ന് നമ്മൾ ജീവിതത്തിന് പുതിയൊരു മൊഡ്യൂൾ കാണുന്നത് നോമ്പിലേക്കാണ് പോകുന്നത്. ലഖദ് അദ്റക്തു അഖ്വാമൻ കാനു അശദ്ദ ഹിർസന അലാ ഔഖാതിഹിം മിൻ ഹിർസിക്കും അലാ ദറാഹിമിക്കും വദനാനീരിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയുടെ ഖൗലാണ്. ഞാനൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്, ദീനാറുകൾക്കും ദിർഹമുകൾക്കും നിങ്ങൾ കൊടുക്കുന്നതിലേറെ പ്രാധാന്യം സമയത്തിന് കൊടുത്തിരുന്നു അവരെന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജയിലിൽ അടക്കപ്പെട്ട ഓരോ വെള്ളിയാഴ്ചയും അദ്ദേഹം പുതിയ വസ്ത്രം ധരിച്ച് കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ഗേറ്റിലേക്ക് വരും. പാറാവുകാരനോട് പറയും, എനിക്ക് പള്ളിയിൽ പോകണമെന്ന്. ശൈഖേ, നിങ്ങൾ തടവ് പുള്ളിയല്ലേ, നിങ്ങളെ വിടാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഉത്തരമുണ്ട്. എന്താ ഉത്തരം എന്നറിയോ? ഇതുവരെ വരൽ എന്റെ ഉത്തരവാദിത്തമാണ്, ഇവിടുന്ന് എന്നെ ഫ്രീ ആക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ പറയുന്നതാണ്. നമ്മൾ പലപ്പോഴും ഉസ്റുകളെ തെരയാ ദീനി രംഗത്ത് നിന്ന് സജീവമാകുന്നതിന് പകരമാണ്, അല്ലേ? ലൗ സഖത മിൻ അഹദികും ദിർഹമുൻ, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ദിർഹം വീണു പോയാൽ ലവല്ല യൗമഹു യഖൂൽ, ആ ദിവസം മുഴുവൻ അവൻ പറയും, ഇന്നാ ലില്ലാഹ് ദഹബ ദിർഹമി വഹുവ യദ്ഹബ, പിന്നെ എന്റെ ദിർഹം ഇതാ പോയിരിക്കുന്നു, വഹുവ യദ്ഹബ ഉംറുഹു, അവന്റെ വയസ്സ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലാ യഖൂലു, അവൻ പറയുന്നില്ല ദഹബ ഉംരി, എന്റെ വയസ്സ് പോയല്ലോ, എന്റെ വയസ്സ് പോയല്ലോ എന്നവൻ പറയുന്നില്ല. അതുകൊണ്ട് പ്രവാസികളായ സുഹൃത്തുക്കളോട് പറയാം, നമ്മള് കുറച്ച് സമയം കിട്ടിയ ഉടനെ ഉറങ്ങാന്നുള്ളത് നല്ല പരിപാടി. ആയുസ്സിൽ അതിന്റെ അപ്പുറത്തും ദൗത്യങ്ങളുണ്ട്. ആവശ്യമുള്ള സമയം ഉറങ്ങണം എന്നുള്ളൊരു സംശയമല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ലീവ്, ഒരു അര ലീവ് എന്താ വയറ്റ തമർത്തിപ്പിടിച്ച് നിങ്ങളുടെ കൂട്ടുകാരൻ റൂമിൽ ആള് പിന്നെ വേദന കൊണ്ട് പറയേണ്ട അടച്ച് പൊയ്ക്കോ എന്ന് പറയുമ്പോ അവന്റെ അടുത്തിരിക്കുന്ന ആ അര ലീവ് ഉണ്ടല്ലോ, ആ അര ലീവിന് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പൈസന്റെ 10,000 ഇരട്ടി, കോടി ഇരട്ടി റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? ഉമ്മാക്ക് വയ്യെന്ന് പറയുമ്പോ ഫെയർ നോക്കിയിട്ട് തൽക്കാലം പോണ്ടെന്ന് തീരുമാനിക്കുന്ന, അല്ലെ, പോണ്ടെന്ന് തീരുമാനിക്കുന്ന ബാധ്യതയാകുമെന്ന് പറയുന്നിടത്ത് നിന്ന് ആലോചിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് എനിക്ക്. എന്താ പ്രവാസികളുടെ ഒരു അവധിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ അവധി എടുത്തിട്ടാ അങ്ങോട്ട് പോകുന്നത്, ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവധി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത്. ജീവിതത്തോട് നമുക്ക് കാഴ്ചപ്പാട് വേണം സുഹൃത്തുക്കളെ. സമ്പാദ്യവും കാര്യമൊക്കെ ജീവിക്കാനുള്ളതാകുമ്പോൾ അതിൽ കൃത്യമായ ധാരണയും ചിട്ടയൊക്കെ വേണം. വീട് വെക്കാണ്, വീട് വെച്ച് തീർക്കല. അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയിട്ട് ഡോർ എടുക്കണത് നമ്മളെ അക്കൗണ്ടിലേക്ക് നോക്കിയിട്ട് ഡോർ എടുക്കണം. എന്നിട്ടോ അടച്ചുപൂട്ടി കിടക്കണ വീട്, അപ്പുറത്ത് ടാർപോളിൻ ഷീറ്റിന്റെ താഴെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ മഴക്കാലത്ത് കുട്ടിയുടെ തൊട്ടിക്ക് കൊട ചൂടി കൊടുക്കുന്നവരുണ്ട്. നിങ്ങളുടെ വീട്ടിലെ 5 ബെഡ്റൂം തുറന്നു കൊടുക്കണ്ട, അടുക്കളയോട് ചേർന്ന സ്ഥലവും ചിലപ്പോ ഒന്ന് പെയിന്റ് അടിക്കേണ്ടി വരും. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ വരക്കുണ്ടാകും. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറണം, അല്ലെ? എല്ലാറ്റിനെയും ദീനിയായി കാണാൻ പറ്റണം. യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ എല്ലാ സേഫ്റ്റിയും ഉറപ്പുവരുത്തി, എയർ ബാഗ് റെഡിയാണ്, സീറ്റ് ബെൽറ്റ് റെഡിയാണ്, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ യാത്രക്കിടയിൽ ആക്സിഡന്റ് പറ്റിയാൽ ആകാശങ്ങളിലേക്ക് ഉയരുന്ന ആത്മാവിന്റെ സുരക്ഷിതത്വത്തിന് എന്ത് ചെയ്തു വെച്ചു സുഹൃത്തുക്കളെ? നമ്മൾ വീട്ടിന് നല്ല ലോക്കിട്ടു, ലോക്കറിൽ സമ്പാദ്യം സുന്ദരമായി സംരക്ഷിച്ചു. സമ്പാദ്യം കൊണ്ട് നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാങ്ക് പലിശ ക്ലിയർ ആക്കിയോ? സക്കാത്ത് കൃത്യമായി കൊടുത്തോ? അതിന്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തിയോ? മാർബിൾ വിരിച്ച വീട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മനോഹരമായ കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ട്. അതും കടന്ന് ആ ഖബറിന്റെ ചാലിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെരിച്ചു കിടത്തി 4 പിന്നെ എന്താ പറയാ പിന്നെ കല്ലും വെച്ച് ജനം തിരിച്ചു പോരുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിനക്ക് പടച്ച റബ്ബ് തന്ന ആ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പല കഴിവും നമുക്കുണ്ട്. ആ കഴിവുകളെ കൊടുത്തുകൊണ്ട് റബ്ബിന്റെ വഴിയിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന് കേട്ടിരിക്കൽ മാത്രമൊന്നുമല്ല. ഇതിന്റെ മുഖ്യ സംഘാടകർ എത്രയോ ദിവസമായി ഉറങ്ങിയിട്ടുണ്ടാകുക. നമ്മളെപ്പോലെ അവർക്കൊക്കെ ജോലിയുണ്ട്. ഇസ്ലാമിക ദഅവ നമ്മുടെ ബാധ്യതയാണ്. ഫാഷിസത്തിനുള്ള ഏറ്റവും ഒന്നാമത്തെ മറുപടി ഇസ്ലാം ജീവിച്ച് കാണിച്ചു കൊടുക്കലും ഇസ്ലാമിന്റെ തെറ്റിദ്ധാരണകൾ തിരുത്തലുമാണ്. എന്താ പള്ളി പൊളിച്ച മനുഷ്യൻ, അല്ലെ? പള്ളി പൊളിച്ച അന്ന് ഡിസംബർ 6 സായാന്തന കാറ്റുകൾക്ക് പോലും ഭീകരവാദത്തിന്റെ ചൂടും ചൂരും ഉണ്ടായിരുന്ന ഇന്ത്യൻ വൈകുന്നേരത്ത് ആ ചെറുപ്പക്കാരൻ അമ്മന്റെ അടുത്തേക്ക് കയറി ചെന്നപ്പോ അമ്മ പുറത്താക്കി, പോടാ, മന്ദിർ പൊളിച്ചിട്ട് പള്ളി പൊളിച്ചിട്ട് എന്റെ വീട്ടുകാരുണ്ടാന്ന് പറഞ്ഞു. അത് അയാൾ ആലോചിപ്പിച്ചു. ഒരു പള്ളിക്ക് പകരം 100 പള്ളി പിരിച്ചെടുത്ത അയാൾ ഉണ്ടാക്കിയിട്ടാണ് മരിച്ചുപോയത്. സംഘപരിവാരത്തിന്റെ ചരട് കാണുമ്പോഴേക്ക് അവനെ തള്ളലല്ല, അവന്റെ അരികിൽ ചെന്നവനോട് പറയാൻ നമുക്ക് പറ്റണം. ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം. ഒരുപാട് സംരംഭങ്ങളുണ്ട്. പീസ് റേഡിയോ ഈ വഴിയിലെ നല്ലൊരു സംരംഭമാണ്. വിസ്ഡം മീഡിയ സ്കൂൾ ഈ വഴിയിലൊരു സംരംഭമാണ്. നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത് സർവം അതിശക്തമായ ഒരു കുടക്കീഴിൽ അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ട്രീറ്റ് പദ്ധതി, നിങ്ങളുടെ ചെലവിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ
പിന്നെ ഒരു മേശപ്പുറത്ത് ഒരു കൂരയിൽ നിങ്ങളുടെ ചെലവിൽ ഒരു കുടുംബത്തിന് ഒരു മാസം ഭക്ഷണം കൊടുക്കാൻ 2000 രൂപയെ കൊടുക്കണ്ടു അല്ലെ, വെറും 2000 രൂപ. നമ്മൾ ഒറ്റത്തവണ അൽബൈക്കിൽ പോയി കഴിക്കുന്ന ഫുഡിന്റെ ചെലവ്, നമ്മുടെ ഷർട്ടിന്റെ ബ്രാൻഡഡ് ഷർട്ടിന്റെ ചെലവ് വന്നിട്ടില്ല. അതുകൊണ്ട് ഗൗരവമുള്ള ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമ്മൾ വഴിയൊരുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പഠിക്കാൻ പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്നതിന്റെ കോഴ്സ് ഓപ്ഷനെ കുറിച്ച് ഉള്ളൊരു വിവരണത്തിലേക്കാണ് ഈ സദസ്സ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കയ്യിലെ പട്ടത്തിന്റെ ചരടറ്റ് ആ പട്ടം ഇങ്ങനെ ആകാശത്ത് പാറി പറന്ന് എവിടെയോ പോകുമ്പോ എന്റെ പട്ടം പോയല്ലോ എന്നോർത്ത് കരയുന്ന കുഞ്ഞിനെ പോലെ ആത്മാവ് നമ്മളെ വിട്ടുപോകുമ്പോൾ വിങ്ങി വിങ്ങി പടച്ചോനെ എന്റെ റൂഹിനെ തിരിച്ചുകൊണ്ടാ എന്ന് പറയുന്ന നിലവിളിക്കാരുടെ കൂട്ടത്തിലല്ല നമ്മൾ ആകേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.